നമസ്കാരം. പശ്ചിമേഷ്യൻ അതിർത്തികളിൽ നിന്ന് വീണ്ടും യുദ്ധത്തിൻ്റെ വൻ വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ അതീവ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്ന ഒരു സംഭവത്തിലേക്ക് നമുക്കും കടക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പശ്ചിമേഷ്യയിൽ സമാധാനം തിരികെ വരുന്നു എന്ന രീതിയിലുള്ള വാർത്തകളായിരുന്നു വന്നിരുന്നത്. എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം ആസ്ഥാനത്താക്കിക്കൊണ്ട് ലെബനൻ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ അതിക്രൂരമായ ആക്രമണമുണ്ടായി. ഇറാൻ അനുകൂല ഭീകര സംഘടനയായ ഹിസ്ബുള്ള നടത്തിയ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ 4 ധീരരായ സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഈ സൈനികരുടെ ജീവത്യാഗം ഇസ്രായേൽ രാജ്യത്തെ ആകെ വലിയ അമർഷത്തിലേക്കും പ്രതിഷേധത്തിലേക്കുമാണ് തള്ളിവിട്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആക്രമണം നടന്നിരിക്കുന്നത് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച US കരാറിന് തൊട്ടു പിന്നാലെയാണ് എന്നതാണ്. ഈ കരാർ നിലവിൽ വന്നതിനു ശേഷം ഇസ്രായേൽ സൈന്യത്തിനുണ്ടാകുന്ന ആദ്യത്തെ വലിയ ജീവഹാനിയാണിത്. സ്വന്തം സൈനികരുടെ ചോര വീണതോടെ ഇസ്രായേൽ ഭരണകൂടം കടുത്ത നിലപാടിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. വെറുമൊരു സാധാരണ തിരിച്ചടിയല്ല, ഭീകരവാദത്തിന്റെ താവളമായ ലെബനനെ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള തീരുമാനമുണ്ടാകുമെന്നാണ് ഇസ്രായേലിൽ നിന്നുള്ള സൂചനകൾ വ്യക്തമാക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് അന്താരാഷ്ട്ര തലത്തിൽ നടന്ന നയതന്ത്ര നീക്കങ്ങളെക്കുറിച്ചാണ്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിനു ശേഷം പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നും സൈനിക നീക്കങ്ങൾ കാണിക്കുന്ന വീഡിയോകൾ ഉൾപ്പെടെയുള്ളവ നിർത്തിവെച്ച് സമാധാനം കൊണ്ടുവരുമെന്നൊക്കെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്ന് ട്രംപ് പലതവണ അവകാശപ്പെട്ടതുമാണ്. എന്നാൽ ഭീകരവാദത്തിന്റെ വേരുകൾ അറുത്തുമാറ്റാതെ ധൃതി പിടിച്ചുണ്ടാക്കിയ ഈ US കരാർ എത്രത്തോളം വലിയ പരാജയമാണെന്നാണ് ഇപ്പോൾ തെളിയുന്നത്. ട്രംപിന്റെ ഈ കപട സമാധാനവാദം ഇസ്രായേലിന്റെ സുരക്ഷയെ എത്രത്തോളം ബാധിച്ചു എന്നതിന്റെ തെളിവാണ് അതിർത്തിയിൽ പൊലിഞ്ഞ ആ 4 ജീവനുകൾ. ഒരു വശത്ത് സമാധാന ചർച്ചകൾ നടത്തുമ്പോഴും മറുവശത്ത് ഭീകരവാദികൾക്ക് ആയുധവും പണവും നൽകി പ്രോത്സാഹിപ്പിക്കുന്ന ഇറാന്റെ നയതന്ത്ര കെണിയിൽ അമേരിക്ക വീണുപോവുകയായിരുന്നു. ഹിസ്ബുള്ളയെ പോലുള്ള ഒരു ഭീകര സംഘടനയെ പൂർണ്ണമായി നിഷ്ക്രിയമാക്കാതെ അവരുടെ ആയുധപ്പുരകൾ തകർക്കാതെ ഉണ്ടാക്കുന്ന ഏത് കരാറും താൽക്കാലികം മാത്രമായിരിക്കും. ട്രംപ് ഭരണകൂടം സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഈ കരാർ കാരണം ഇസ്രായേലിന് കൈയും കെട്ടി നോക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഈ ഒരു നയതന്ത്ര പരാജയമാണ് ഇപ്പോൾ ഇസ്രായേലിൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് കാരണമായിരിക്കുന്നത്. സൈനികർ കൊല്ലപ്പെട്ട വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇസ്രായേൽ ഭരണകൂടത്തിലെ ദേശീയവാദികളായ നേതാക്കൾ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമൻ ബെൻ-ഗ്വിർ അമേരിക്കയുടെ നിലപാടുകളെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് ശക്തമായ പ്രസ്താവനയുമായി രംഗത്തെത്തി. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ദേശീയ സുരക്ഷാ നിലപാടാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലുടനീളം കാണാൻ സാധിക്കുന്നത്. ബെൻ-ഗ്വിർ പറഞ്ഞത് ഇങ്ങനെയാണ്: അമേരിക്കക്കാരോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഇസ്രായേൽ ഈ കാര്യം ലോകത്തോട് വ്യക്തമാക്കുകയാണ്. നമ്മുടെ മക്കളുടെ ചോരയും പൗരന്മാരുടെ സുരക്ഷയും ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും വിട്ടുകൊടുക്കില്ല. അതിന്മേൽ ഒരു വിലപേശലിനും സാധ്യമല്ല. ലെബനൻ മുഴുവൻ കത്തിയെരിയണം. ഒരു ഇസ്രായേലി അമ്മ ഒഴുക്കുന്ന ഓരോ തുള്ളി കണ്ണീരിനും പകരമായി 1000 ലെബനൻ അമ്മമാർ ഇരുന്ന് കരയേണ്ടി വരും. പശ്ചിമേഷ്യയിൽ അളന്നു തൂക്കിയ പ്രതികരണങ്ങൾ കൊണ്ടോ ആത്മസംയമനം കൊണ്ടോ വിജയം നേടാനാകില്ല. അമേരിക്കക്കാരോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഇസ്രായേൽ ഈ കാര്യം ലോകത്തോട് വ്യക്തമാക്കുകയാണ്. നമ്മുടെ മക്കളുടെ ചോരയും പൗരന്മാരുടെ സുരക്ഷയും ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും വിട്ടുകൊടുക്കില്ല. അതിന്മേൽ ഒരു വിലപേശലിനും സാധ്യമല്ല. ലെബനൻ മുഴുവൻ കത്തിയെരിയണം. ഒരു ഇസ്രായേലി അമ്മ ഒഴുക്കുന്ന ഓരോ തുള്ളി കണ്ണീരിനും പകരമായി 1000 ലെബനൻ അമ്മമാർ ഇരുന്ന് കരയേണ്ടി വരും. പശ്ചിമേഷ്യയിൽ അളന്നു തൂക്കിയ പ്രതികരണങ്ങൾ കൊണ്ടോ ആത്മസംയമനം കൊണ്ടോ വിജയം നേടാനാകില്ല. ശത്രുവിനെതിരെ കടുത്ത ആഞ്ഞടി തന്നെയാണ് ആവശ്യം. ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറല്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഈ പ്രസ്താവനയിലൂടെ ഇസ്രായേൽ ലോകത്തിന് നൽകുന്നത്. ഭീകരവാദികളെ അവരുടെ ഭാഷയിൽ തന്നെ നേരിടണമെന്ന ശക്തമായ നിലപാടാണ് ബെൻ-ഗ്വിർ ഉയർത്തിപ്പിടിക്കുന്നത്. ദേശീയ സുരക്ഷാ മന്ത്രിക്ക് പിന്നാലെ ഇസ്രായേലിന്റെ തീവ്ര വലതുപക്ഷ ധനമന്ത്രി ബെസാലെൽ സ്മോട്രിച്ചും കടുത്ത പ്രതികരണവുമായി രംഗത്തെത്തി. ഇസ്രായേലിനെ തൊട്ടുകളിച്ച ഭീകരവാദികളെ വെറുതെ വിടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രായേൽ ഇനി സർവ്വശക്തി ഉപയോഗിച്ച് മുന്നോട്ട് പോകണം, ഭീകരവാദത്തെ പൂർണ്ണമായും തുടച്ചു നീക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പ്രസ്താവനയിൽ ലെബനൻ എന്ന് എടുത്തു പറഞ്ഞിട്ടില്ല എങ്കിലും തീ കൊണ്ട് സംസാരിക്കേണ്ട സമയമായി കഴിഞ്ഞുവെന്നും നരകത്തിന്റെ വാതിലുകൾ തുറക്കുമെന്നുമാണ് സ്മോട്രിച്ച് മുന്നറിയിപ്പ് നൽകിയത്. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഭരണകൂടം ഏതറ്റം വരെയും പോകുമെന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഭീകരവാദത്തോട് മൃദു സമീപനം കാണിക്കുന്ന നയങ്ങൾ രാജ്യാന്തര തലത്തിൽ ഉണ്ടായാലും സ്വന്തം മണ്ണും അവിടെയുള്ള ജനങ്ങളെയും സംരക്ഷിക്കാൻ ഇസ്രായേൽ സൈന്യം സജ്ജമാണെന്ന് ഭരണകക്ഷി നേതാക്കൾ ഒരേ സ്വരത്തിൽ വ്യക്തമാക്കുന്നു. ഡൊണാൾഡ് ട്രംപ് മുൻകൈയെടുത്ത് ഒപ്പുവെച്ച US-ഇറാൻ കരാർ ഇസ്രായേലിന്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന പൊതുവികാരം രാജ്യത്ത് ശക്തമാണ്. ഇസ്രായേലിന്റെ സുരക്ഷാ ആവശ്യങ്ങൾ പരിഗണിക്കാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നതിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പരാജയപ്പെട്ടുവെന്നാണ് പരക്കെയുള്ള വിലയിരുത്തൽ. വരാനിരിക്കുന്ന ഒക്ടോബർ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നെതന്യാഹു വലിയ രാഷ്ട്രീയ സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇസ്രായേലിലെ പ്രമുഖ പത്രമായ മാരീബ് പുറത്തുവിട്ട ഏറ്റവും പുതിയ സർവേ ഫലങ്ങൾ ജനങ്ങളുടെ ആശങ്ക വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്തെ 63
93% ജനങ്ങളും ഈ കരാറിന് ശേഷം രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് കടുത്ത ഭീതിയിലാണ്. തങ്ങളെ ഏതു നിമിഷവും ഹിസ്ബുള്ളയും ഇറാനും ചേർന്ന് ആക്രമിക്കുമെന്നും സമാധാന കരാറിന്റെ പേരിൽ രാജ്യം സുരക്ഷിതമല്ല എന്നുമാണ് ഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്നത്. ഭീകരവാദത്തെ പൂർണ്ണമായും അടിച്ചമർത്താതെ ഉണ്ടാക്കുന്ന സമാധാനം വെറും പൊള്ളയാണെന്ന് ഇസ്രായേൽ ജനത തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഹിസ്ബുള്ളയുടെ ശക്തമായ കോട്ടയായ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങൾ ഇപ്പോഴും തകരാതെ നിൽക്കുന്നത് പ്രധാനമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രിയുടെയും നേരിട്ടുള്ള പരാജയമാണെന്നാണ് ലീബർമാൻ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്. ശത്രുവിന്റെ കേന്ദ്രങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കുന്നതിൽ സർക്കാർ കാണിച്ച മടി ഭീകരവാദികൾക്ക് വളമായെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് വലിയൊരു രാഷ്ട്രീയ ആയുധമായി പ്രതിപക്ഷം ഉപയോഗിക്കുമെന്ന് ഉറപ്പാണ്. ഒരു ശക്തമായ രാജ്യം സ്വന്തം പൗരന്മാരുടെ സുരക്ഷയ്ക്കാണ് ഒന്നാമത്തെ മുൻഗണന നൽകേണ്ടത്. അതിർത്തി കടന്നുവരുന്ന ഭീകരവാദികളോട് മൃദു സമീപനം കാണിക്കുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തിന് തന്നെ ഭീഷണിയാണ്. ഭാരതം ഇന്ന് ലോകത്തിന് മുൻപിൽ കാണിച്ചു തരുന്നതും ഇതേ കടുത്ത ദേശീയ സുരക്ഷാ നിലപാടാണ്. ഭീകരവാദത്തോട് സീറോ ടോളറൻസ് അഥവാ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് ഒരു രാജ്യത്തിന് ഉണ്ടാകേണ്ടത്. ശത്രു രാജ്യത്തിനുള്ളിൽ കയറി ആക്രമണം നടത്തുമ്പോൾ സമാധാന കരാറിന്റെ പുസ്തകം നോക്കിയിരിക്കുന്ന നയം പരാജയപ്പെടുകയുള്ളൂ. ഇസ്രായേൽ മന്ത്രിമാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നതും ഇതേ ശക്തമായ നിലപാടാണ്. അമേരിക്കയുടെയോ ട്രംപിൻ്റെയോ താൽക്കാലിക രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങി സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ പണയം വെക്കാൻ ഇസ്രായേൽ തയ്യാറല്ലെന്ന് അവർ വ്യക്തമാക്കുന്നു. ഭീകരവാദത്തെ അതിന്റെ താവളങ്ങളിൽ ചെന്ന് തന്നെ ഇല്ലാതാക്കുക എന്നത് മാത്രമാണ് രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമെന്ന് ഇസ്രായേലിലെ ഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്നു. വർഷങ്ങളായി ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തികളിൽ നിരന്തരം അശാന്തി സൃഷ്ടിക്കുന്ന സംഘടനയാണ് ഹിസ്ബുള്ള. ലെബനന്റെ മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് അവർ ഇസ്രായേലിന് നേരെ 10,000-കണക്കിന് റോക്കറ്റുകളാണ് തൊടുത്തുവിട്ടിട്ടുള്ളത്. ഇറാന്റെ പൂർണ്ണമായ പിന്തുണയോടെയാണ് ഈ ഭീകര സംഘടന പ്രവർത്തിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ എന്ത് കരാറുകൾ ഉണ്ടായാലും ഇസ്രായേലിനെ തകർക്കുക എന്ന തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് ഹിസ്ബുള്ള പിന്മാറില്ലെന്ന് ഈ ആക്രമണത്തിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ്. സമാധാന കരാർ നിലവിൽ വന്നതിന് ശേഷവും ഇസ്രായേൽ സൈനികരെ ലക്ഷ്യമിട്ട് അവർ നടത്തിയ ആക്രമണം അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് കാണിച്ചു തരുന്നു. ഭീകരവാദികളുമായി ചർച്ച നടത്തുന്നതിനേക്കാൾ ഭേദം അവരെ പൂർണ്ണമായി അടിച്ചമർത്തുകയാണെന്ന ഇസ്രായേൽ മന്ത്രിയുടെ നിലപാട് പശ്ചിമേഷ്യൻ യാഥാർത്ഥ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ്. 4 സൈനികരുടെ മരണത്തിന് ഇസ്രായേൽ കടുത്ത രീതിയിൽ തന്നെ പ്രതികരിക്കുമെന്നാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. ലെബനൻ അതിർത്തിയിലേക്ക് കൂടുതൽ സൈനിക വ്യൂഹങ്ങളെയും അത്യാധുനിക ആയുധങ്ങളെയും ഇസ്രായേൽ എത്തിച്ചു കഴിഞ്ഞു. ഹിസ്ബുള്ളയുടെ പ്രധാന താവളങ്ങൾ ലക്ഷ്യമിട്ട് വലിയൊരു വ്യോമാക്രമണത്തിന് രാജ്യം മുതിരുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇറ്റാമർ ബെൻഗീർ ആവശ്യപ്പെട്ടതുപോലെ ലെബനനിലെ ഭീകര കേന്ദ്രങ്ങളെ പൂർണ്ണമായി കരിച്ചു ചാമ്പലാക്കുന്ന ഒരു സൈനിക നീക്കത്തിനാണ് രാജ്യം ഒരുങ്ങുന്നത്. ഇത് പശ്ചിമേഷ്യയെ വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. എങ്കിലും സ്വന്തം സൈനികരുടെ ചോരയ്ക്ക് പകരം ചോദിക്കാതെ ഇസ്രായേൽ പിന്മാറില്ലെന്ന് ഉറപ്പാണ്. ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് ഒരു രാജ്യത്തിനും നല്ലതല്ല. ഭീകരവാദത്തെ താൽക്കാലിക ലാഭങ്ങൾക്കായി ഉപയോഗിക്കുന്ന രാജ്യങ്ങൾക്കും അതിന് കൂട്ടുനിൽക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള നേതാക്കളുടെ കപട നയതന്ത്രങ്ങൾക്കും കാലം മറുപടി നൽകും. യുദ്ധം നിർത്തിവെക്കുമെന്ന ട്രംപിന്റെ പൊള്ളയായ അവകാശവാദങ്ങൾ വിശ്വസിച്ച് ഇസ്രായേൽ അതിർത്തികളിൽ കാവൽ കുറച്ചാൽ അത് ആ രാജ്യത്തിന്റെ സർവനാശത്തിന് കാരണമാകും. ഇസ്രായേൽ മന്ത്രിമാർ ആവശ്യപ്പെട്ടതുപോലെ ഭീകരതയുടെ ആസ്ഥാനങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന ഒരു ശക്തമായ സൈനിക നീക്കം തന്നെയാണ് ഇപ്പോൾ ആ രാജ്യം ആവശ്യപ്പെടുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.